മായിക പ്രപഞ്ചം, താരാപഥങ്ങൾ, ഗാലക്സികൾ, കണ്ണു ചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ, ദിശ തെറ്റി എത്തുന്ന ധൂമകേതുക്കൾ, മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു മൈൻഡ് മാസ്റ്റർ. കുഞ്ഞായിരുന്നപ്പോൾ കാലിൽ ഒരു മുള്ളു കൊണ്ടു. അടുത്തിരുന്ന കുട്ടി ഒന്ന് പിച്ചി. ഹോംവർക്ക് ചെയ്യാതിനാൽ ടീച്ചർ ഒന്ന് അടിച്ചു. ഇവയെല്ലാം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ആണ്ടുകിടപ്പുണ്ട്. നമ്മെ സന്തോഷിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതുമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവയിൽ ചിലതൊക്കെ നാം മറന്നുവെന്നേ ഉള്ളൂ. എങ്കിലും ഒന്ന് ഓർക്കണം, ഇവ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടന്ന് നമ്മുടെ ബിഹേവിയറിനെ മാറ്റിമറിക്കുന്നു. ഇന്ന് ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു അധ്യാപകനും സൈക്കോളജിക്കൽ കൗൺസിലറുമായ ശ്രീ ജോർജ് കലപ്പുറ. ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് നാസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനാണ്. മനഃശാസ്ത്രത്തെ ഇത്രമാത്രം ജനകീയമാക്കി മാറ്റിയതും ഇത്രമാത്രം വളർത്തിയെടുത്തതും അദ്ദേഹത്തിന് മനഃശാസ്ത്രത്തിൻ്റെ മേഖലയിലുള്ള സ്ഥാനം അതുല്യമാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ, പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണുന്നത് മനസ്സിനെ അദ്ദേഹം മൂന്നായി വിഭജിച്ചു എന്നതാണ്. 3 ലെവലുകളിലൂടെ അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു. ആദ്യത്തേത് കോൺഷ്യസ് ലെവൽ, രണ്ടാമത്തേത് പ്രീ കോൺഷ്യസ് ലെവൽ, മൂന്നാമത്തേത് അൺകോൺഷ്യസ് ലെവൽ. ഇവിടെ ഈ 3 ലെവലിലും നമ്മൾ നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് എന്ന് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് കൃത്യമായി പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസിൽ ഏറെ പ്രാധാന്യം കൊടുത്തത് അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങൾക്കാണ്. എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും അവരുടെ മനസ്സ് ഈ 3 തലങ്ങളിലൂടെ നിലനിൽക്കുന്നു. കോൺഷ്യസ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥയാണ്. നമ്മളെല്ലാവരും കോൺഷ്യസ് തലത്തിലാണ് നിൽക്കുന്നത്. കോൺഷ്യസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണുവാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു, അതേക്കുറിച്ച് വിശകലനം ചെയ്യാൻ സാധിക്കുന്നു, വിശദീകരിക്കാൻ സാധിക്കുന്നു. രണ്ടാമത് പ്രീ കോൺഷ്യസ് ലെവലിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. പ്രീ കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പറയുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നു, അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ അൺകോൺഷ്യസ് ലെവലാണ്. അൺകോൺഷ്യസ് ലെവലിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞ് ഓർമ്മിപ്പിച്ചാൽ പോലും ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുള്ള എല്ലാ കാര്യങ്ങളും അൺകോൺഷ്യസ് ലെവലിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഉദാഹരണമായി നമ്മൾ പറഞ്ഞാൽ, ഒരു മുറിയിൽ കുറേ വസ്തുക്കൾ ഇങ്ങനെ കൊണ്ടുപോയി കൂട്ടിയിടുന്നു. അത് മുകളിൽ ഇങ്ങനെ കൂട്ടിയിടുന്നു. അപ്പോൾ അടിയിൽ എല്ലാം കിടപ്പുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നത് മുകളിലുള്ള കാര്യങ്ങളാണ്. അടിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കേണ്ടി വരും. ഇത് എങ്ങനെ എടുത്തു നോക്കുവാൻ കഴിയും? അതിനാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പ്രധാനമായും ഉപയോഗിച്ചത് ഹിപ്നോസിസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചത്, സൈക്കോ അനാലിസിസുകൾ ഉപയോഗിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അറിയാതെ പറയുന്ന വാക്കുകളെ ഉപയോഗിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ അദ്ദേഹം അങ്ങനെയാണ് വിചാരിച്ചത്. സ്വപ്നങ്ങളെക്കുറിച്ച് ഏറെ പഠനം നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം സ്വപ്നങ്ങളെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രീം അനാലിസിസ് വളരെ പ്രസിദ്ധമാണ്. സ്വപ്നങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ അനാലിസിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളെയും പ്രതീകാത്മകമായി കാണുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഏറ്റവും പ്രത്യേകത. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ തിങ്ങിക്കിടക്കുന്ന, അടിഞ്ഞുകിടക്കുന്ന ആശയങ്ങൾ, അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, അനിഷ്ടകരമായ അനുഭവങ്ങൾ, ഇവയെല്ലാം മുകളിലേക്ക് കടന്നു വരുന്നു. ഇതാണ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത്, സ്വപ്നത്തിൽ കാണുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. ഇതേക്കുറിച്ചുള്ള വിപരീത അഭിപ്രായങ്ങളൊക്കെ മനഃശാസ്ത്രജ്ഞർക്കിടയിലുണ്ട്. എങ്കിലും നമ്മൾ അബോധ മനസ്സിന്റെ സ്വാധീനത്തെ പ്രത്യേകമായി മനസ്സിലാക്കിയേ മതിയാവും.
ഞാൻ സൂചിപ്പിച്ചു, എല്ലാ ആളുകളിലും അബോധ മനസ്സ് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അത് വളരെ ക്രിയാത്മകമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അല്പസമയം ക്രിയാരഹിതമായി നിൽക്കുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് ക്രിയാത്മകമായി വരും. അത് പല തരത്തിൽ അതിൻ്റെ നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫ്രോയിഡ് തന്നെ അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിൽ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ച പഠനങ്ങൾ നടത്താനാണ് അദ്ദേഹം ഏറെ ഉത്സാഹിച്ചത്. അൺകോൺഷ്യസ് മൈൻഡിൽ തങ്ങിക്കിടക്കുന്ന ദുരനുഭവങ്ങൾ പല വിധത്തിലെ വെളിയിലേക്ക് വരുന്നു. ചിലപ്പോൾ അവ അപകടകരമായ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു വ്യക്തിത്വമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തന മേഖലകളിൽ പല ഡിഫൻസ് മെക്കാനിസങ്ങളായിട്ട് ഇത് കടന്നു വരുന്നു. ഇതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ അറിയാതെ ചില വാക്കുകൾ പറഞ്ഞു പോകുന്നു. പല മുതിർന്ന ആളുകളും കുട്ടികളും ഒക്കെ പറയാം, ഞാൻ അറിയാതെ ചെയ്തു പോയി, അറിയാതെ പറഞ്ഞുപോയി, അറിയാതെ സംഭവിച്ചതാണ്. ഇതെല്ലാം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം. നമ്മുടെ വ്യക്തിത്വത്തെ ആകമാനം ഈ അൺകോൺഷ്യസ് മൈൻഡ് സ്വാധീനിക്കുന്നു. ഏതൊരു വ്യക്തിയും ഏതെല്ലാം തരത്തിൽ പെരുമാറുന്നുണ്ടോ അതിനെല്ലാം അൺകോൺഷ്യസ് മൈൻഡിന്റെ സ്വാധീനമുണ്ട് എന്നാണ് ഫ്രോയിഡിന്റെ ഒരു നിഗമനം. അത് മുഖവിലേക്ക് ഇന്ന് എടുക്കുന്നവര് കുറവാണ് എങ്കിലും അൺകോൺഷ്യസ് മൈൻഡ് വളരെ ചലനാത്മകമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാമൂഹികമായ മാനമുണ്ട് എന്ന് ഇങ്ങനെ പോലുള്ള മനഃശാസ്ത്രജ്ഞർ പറയുന്നു. എങ്കിലും അൺകോൺഷ്യസ് മൈൻഡ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളെ മുഴുവനായി ഉള്ളിൽ സംഗ്രഹിച്ചു വെക്കുകയും അത് സംസ്കരിച്ചു വെക്കുകയും അത് പുറത്തു വരികയും ചെയ്യുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഏതൊരു വ്യക്തിയെയും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ വ്യക്തിയുടെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ പഴയ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. സൈക്കോ അനാലിസിസിൽ അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡിനെ സൈക്കോ അനാലിസിസിന്റെ പ്രായോജകനായിട്ട് തന്നെ നമ്മൾ പറയുന്നത്. ഏതായാലും മനസ്സിനെ സംബന്ധിച്ച ഫ്രോയിഡിന്റെ ഈ മൂന്നായിട്ട് വിഭജിച്ചത് മനഃശാസ്ത്ര ശാഖയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.